നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ഒരു പഴയ ഓർമ്മയാണ് ഞാനിപ്പോൾ ഇവിടെ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. പഴയ ഓർമ്മ എന്ന് വെച്ചാൽ ആരും മറക്കാത്തൊരു ഓർമ്മയാണ്. ഈ ദിവസങ്ങളിൽ 7 വർഷങ്ങൾക്ക് മുൻപ് നമ്മുടെ കേരളം കടന്നുപോയ ഒരു വലിയൊരു അപകടാവസ്ഥ. ഞാൻ പറയാതെ നിങ്ങൾക്കറിയാമല്ലോ, 2018 പ്രളയം. ഓരോ മലയാളിക്കും 1000 നാവ് ഉണ്ടാവും 2018 കുറിച്ച് പറയാൻ. പണ്ടൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു 99 വെള്ളപ്പൊക്കം അല്ലെങ്കിൽ 61 വെള്ളപ്പൊക്കം എന്നൊക്കെ അല്ലേ. പക്ഷെ നമുക്ക് അത് വിറ്റ്നസ് ചെയ്യാൻ പറ്റി. 99 വെള്ളപ്പൊക്കം പോലെ 61 പോലെ ഏതാണ്ട് അതിനോട് കിടപിടിച്ച് നിൽക്കുന്ന രീതിയിലുള്ള 2018 എന്ന ഒരു ഇനി വരുന്ന കാലഘട്ടവും ഒരിക്കലും മറക്കാത്ത ഒരു കാലമാണ് കേരളത്തിൻ്റെ ചരിത്രം എടുത്തു നോക്കിയാൽ അല്ലേ. അതിന് പുറകെ ഒരുപാട് ഓരോ വർഷവും ഇപ്പോൾ പ്രക്ഷുബ്ധമായ കാലാവസ്ഥയിൽ ഓരോ സ്ഥലങ്ങളിലും വ്യത്യസ്തമായിട്ട് ദുരന്തങ്ങൾ സംഭവിക്കുന്നുണ്ട്. ചൂരൽമല, അതിനു മുമ്പ് പെട്ടിമുടി, ഓരോ സ്ഥലങ്ങളിൽ ഇങ്ങനെ ഉരുൾപൊട്ടലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ 2018 പോലെ അത്രയും വാസ്റ്റ് ഏരിയയിലേക്ക് കവർ ചെയ്ത ഒരു പ്രളയം ഇതിനു മുമ്പ് വളരെ കാലങ്ങൾക്ക് മുൻപാണ് ഉണ്ടായിട്ടുള്ളത് അല്ലേ. അപ്പോൾ ഈ കാലഘട്ടത്തിൽ എന്തൊക്കെയാണ് നമ്മുടെ വീട്ടിലും സംഭവിച്ചത്? ഓരോരുത്തരുടെ ഫാമിലിക്കും ഓരോരോ കഥകളായിരിക്കുമല്ലോ. അപ്പോൾ അതിനിടയിൽ എൻ്റെ ഒരു അനുഭവം കൂടി പറയുകയാണ്. 2018 ഓഗസ്റ്റ് 16 വൈകിട്ടാണ് എൻ്റെ വീടൊക്കെ നിൽക്കുന്ന സ്ഥലത്തേക്ക് കൂടുതൽ പ്രകടമായിട്ട് വെള്ളം കയറി തുടങ്ങിയത്. പിന്നെ തലേദിവസമൊക്കെ മറ്റ് സ്ഥലങ്ങളിലേക്കൊക്കെ കയറി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഇവിടെ കുറച്ച് പൊക്കം കൂടിയ ഏരിയ ആയതുകൊണ്ട് എന്തോ അത് ഇത്തിരി സമയമെടുത്ത് വന്നുള്ളൂ. അപ്പോൾ അത് വലിയൊരു നമുക്കൊരു ബ്രീത്തിങ് സ്പേസ് നമുക്ക് കിട്ടിയായിരുന്നു. ഞാൻ ഈ ദിവസങ്ങളിൽ ആർട്ട് ഓഫ് ലിവിങ്ങിൻ്റെ ഒരു കോഴ്സ് എടുക്കാനായിട്ട് കാക്കനാട് എന്ന് പറഞ്ഞ ആ സ്ഥലത്ത് പോയേക്കായിരുന്നു. അപ്പോൾ അവിടെയും പിന്നെ തൃപ്പൂണിത്തുറ ഭാഗത്തൊക്കെ തന്നെയായിരുന്നു ക്ലാസ്സുകൾ ഇങ്ങനെ മാറി മറിഞ്ഞ് വരുന്നതുകൊണ്ട് ഞാൻ അവിടെ അടുത്തൊരു സ്ഥലത്ത് തന്നെ വീട്ടിൽ സ്റ്റേ ആയിരുന്നു. അപ്പോൾ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് ഈ ഓഗസ്റ്റ് 15 തോന്നുന്നു, അതെ 15 രാത്രി എല്ലാവരും പറഞ്ഞു പതുക്കെ പോയാൽ മതി, നാളെ പോയാൽ പോലെ. ചെറിയ മഴയുണ്ട്, അപ്പോൾ ചാറ്റൽ മഴയുണ്ട്. അപ്പോൾ പോണോ വേണ്ടിയോ എന്നൊക്കെ ഇങ്ങനെ ശങ്കിച്ച് ഞാൻ രാത്രി വൈകിയാലും ഞാൻ വണ്ടി എടുത്ത് ഇറങ്ങി. അപ്പോൾ അവിടെ ഇവിടെയൊക്കെ ന്യൂസുകൾ കേൾക്കണം. നമ്മളൊരിക്കലും വിചാരിക്കുന്നില്ലല്ലോ ഇങ്ങനൊരു സംഭവം ഉണ്ടാവുന്നത്. അപ്പം നമ്മൾ വണ്ടിയും കൊണ്ട് ഇങ്ങനെ വരുമ്പോൾ ഇവിടെ പറവൂർ ചേന്നമംഗലം ഡൈ ഹൗസ് എന്ന് പറയുന്ന സ്ഥലമുണ്ട്. നിങ്ങൾ ഇവിടെ ചേന്നമംഗലത്തുള്ളവർക്കൊക്കെ അറിയാം. അപ്പോൾ അവിടെ ഒരു പാലമുണ്ട്. ആ പാലത്തിൽ നിന്ന് ചെറിയൊരു പാലമാണ്, ബ്രിഡ്ജാണ്. താഴെ ഇറങ്ങി ഇങ്ങനെ പോകുമ്പോൾ ഒരു കുറച്ച് ഭാഗത്ത് ഇങ്ങനെ വെള്ളം ഇങ്ങനെ കെട്ടി നിൽക്കുന്നുണ്ട്. നമ്മൾ വണ്ടിയെടുത്ത് കുറച്ച് അങ്ങോട്ട് പോകുമ്പോൾ ഈ വണ്ടിയുടെ ആ എൻജിൻ ഭാഗം വരെ, ബൈക്കിൻ്റെ ഒരു പ്രത്യേക സമയത്ത് വണ്ടിയുടെ സൗണ്ടൊക്കെ മാറി തുടങ്ങി. പിന്നെ എങ്ങനെയൊക്കെ അതിൽ നിന്ന് പുറത്തേക്ക് നമ്മൾ കടന്നു. അപ്പോഴാണ് നമ്മൾ അതുവരെ നമ്മൾ ആസ്വദിച്ചിരുന്ന മഴയുടെ മാനം മിനിറ്റുകൾ കൊണ്ട് നമ്മുടെ ഉള്ളിലേക്ക് ഒരു ആന്തലുണ്ടാക്കുകയാണ്. അപ്പോൾ ഏതാണ്ട് ഒരു അത്രയും നേരം നമ്മളെ ചിരിപ്പിച്ച അല്ലെങ്കിൽ ത്രസിപ്പിച്ചിരുന്ന മഴ അതിൻ്റെ ഒരു പേസ് ഇങ്ങനെ മാറുന്നത് നമ്മൾ കുറച്ച് നേരം ഒന്ന് കണ്ടു. പിറ്റേ ദിവസം 9 മണിയൊക്കെ ആയപ്പോഴാണ് നമ്മൾ റോഡിലേക്ക് ഇറങ്ങിയപ്പോഴാണ് നമ്മൾ കുറേശ്ശെ കാര്യങ്ങൾ കാണുന്നത്. ടി വിയിലൂടെയൊക്കെ ന്യൂസൊക്കെ വന്നു തുടങ്ങിയിരുന്നു. പക്ഷെ അപ്പോഴും നമ്മൾ അതിൻ്റെ ഞാൻ മാത്രമായിട്ടില്ല, ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അങ്ങനെ ആയിരിക്കും, അതിൻ്റെ സീരിയസ്നെസ് നമ്മൾ അറിഞ്ഞിട്ടുണ്ടാവില്ല. ചോദിച്ചു അവിടെ ആൾക്കാരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇങ്ങനെ പെട്ടെന്ന് ഓടുന്നുണ്ട്. ഇപ്പോൾ ഏറ്റവും വലിയ എക്സാമ്പിൾ ഒരു ടൈറ്റാനിക് സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ട് അല്ലേ. അതിൽ ആ കപ്പൽ മുങ്ങാൻ പോകുന്ന സമയത്ത് ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടുന്ന ആ ഒരു സീൻ ഉണ്ടല്ലോ, അത് തന്നെ ഒന്ന് ഓർത്താൽ മതി. അതേപോലെ തന്നെ റോട്ടിൽ കൂടെ പല ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ട് പോകുന്നുണ്ട്, അവിടെ ഇവിടെ വാഹനങ്ങൾ ഒക്കെ പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ പെട്ടെന്ന് ഒരാൾ നമ്മുടെ അടുത്ത് ചോദിച്ചു എങ്ങോട്ടാ. ഞാൻ പറഞ്ഞു ഇങ്ങനെ കടയിൽ അരി മേടിക്കാൻ പോകുന്നപ്പം അവനെ കട തന്നെ അവിടെ ഉണ്ടോയെന്ന് സംശയമാണ്. കാരണം അത്രയും കുത്തൊഴുക്കാണ് ആ ഭാഗത്തേക്ക് വന്നേക്കുന്നത്. അപ്പോൾ ഞാനെപ്പോഴും അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റിയില്ല. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ചു വന്നു കഴിഞ്ഞിട്ട് നമ്മുടെ വീടിൻ്റെ പടിഞ്ഞാറേ സൈഡിൽ ഭക്ഷണമൊക്കെ ജസ്റ്റ് ഒരു ചെറിയ ഫുഡൊക്കെ ആയിട്ട് ഭക്ഷണമൊക്കെ ആയിട്ട് കൈ കഴുകാനായിട്ട് ഈ പടിഞ്ഞാറേ സൈഡിൽ കൈ കഴുകാൻ ചെന്നു. അവിടെ വെച്ച് നമ്മൾ ഫസ്റ്റ് കാണുകയാണ്, അതായത് നമ്മുടെ ഫ്രണ്ട്സിൻ്റെയും മറ്റ് ആൾക്കാരുടെയൊക്കെ വീടുകളുടെ അവിടെ നിന്ന് ഈ വെള്ളം ഇങ്ങനെ ഒഴുകി പോകുന്ന ഒരു ഫീൽ. ആ വെള്ളം കയറി ഇങ്ങനെ ആ വെയിലുണ്ട്, കുറേശ്ശെ വെയിലൊക്കെ അടിച്ചിട്ട് ഒരു മൂടിക്കെട്ടിയ അന്തരീക്ഷം, ചെറുതായിട്ട് വെയിലുണ്ട്, അതിലിങ്ങനെ ഗ്ലേസ് ചെയ്ത് നിൽക്കുന്ന ഒരു ഫീല് അപ്പോഴാണ് നമ്മൾ തലേ ദിവസം ഉണ്ടായ ആന്തലിൻ്റെ അടുത്ത ഒരു ഭാഗം നമ്മുടെ ഉള്ളിൽ കാണുന്നത്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്ത് പറയുകയാണെങ്കിൽ ഇവിടെ 3 വീടുകളുണ്ട്. ഒരു പ്ലോട്ടിൽ തന്നെ 3 വീടുകളാണ്. ഒന്ന് തറവാട്, പിന്നെ ഞാനും അച്ഛനും അമ്മയൊക്കെ താമസിക്കുന്ന വീട്, പിന്നെ തൊട്ടപ്പുറത്ത് വല്യച്ഛനും വല്യമ്മയൊക്കെ താമസിക്കുന്ന 3 പേര്. ഈ 3 വീട്ടിലും ആൾക്കാരുണ്ട്. അപ്പം അങ്ങനെ ഒരു സ്ഥലത്താണ് നമ്മൾ നിൽക്കുന്നത്. ഞാൻ എന്നിട്ട് ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യണം എന്നുള്ള ഒരു കൺഫ്യൂഷനായി. കാരണം ഇപ്പം ആക്ട് ചെയ്യുകയാണെങ്കിൽ ഇപ്പം ആക്ട് ചെയ്യണം,
ഒരു കാര്യം ഞാൻ അച്ഛനോട് സംസാരിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞ കാര്യം നമുക്ക് ഏതായാലും എല്ലാ കാര്യങ്ങളും മുകളിലേക്ക് കയറ്റാം. ഇനി അങ്ങോട്ട് നമുക്കുണ്ടായ ഒരു വലിയ ഭാഗ്യം, ഒരു 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 കാര്യം, അത് ഗ്രേസ് എന്നേ ഞാൻ പറയുള്ളൂ ശരിക്കും. അതായത് നമുക്ക് പ്രവർത്തിക്കേണ്ടടുത്ത് പ്രവർത്തിക്കാനും പറ്റി, അതേപോലെ ഒരു ഗ്രേസ് നമുക്കുണ്ടായിരുന്നു എന്നുള്ളതാണ്. അച്ഛൻ എന്താണ് ആദ്യം ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, വീട്ടിലുള്ള എല്ലാ മെഡിക്കൽ സാധനങ്ങൾ, പേപ്പർ വർക്കുകളായിട്ടെല്ലാം ഉണ്ടോ, ആധാരം, മറ്റു കാര്യങ്ങൾ, ചെറുതും വലുതായിട്ടുള്ള സർട്ടിഫിക്കറ്റുകൾ എല്ലാം Z അരിച്ചു പെറുക്കി ഓരോന്നോരോന്നായിട്ട് പാക്ക് ചെയ്യാൻ തുടങ്ങി. അമ്മ ഇവിടെ ആ സമയം കൊണ്ട് എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, മാക്സിമം വെള്ളത്തിൽ മുങ്ങിക്കഴിഞ്ഞാൽ കുതിർന്നു പോകുന്ന, നശിച്ചു പോകാൻ സാധ്യതയുള്ള ഒരുപാട് സാധനങ്ങളുണ്ട്. ഇരിക്കുന്ന കസേരയുടെ ഇങ്ങനത്തെ കുഷ്യനൊക്കെ ഉണ്ട്, ഇതുപോലത്തെ കുഷ്യൻ, ഇതൊക്കെ കുറേ എടുത്തെടുത്ത് ഞങ്ങൾ മുകളിലേക്ക് കൊണ്ടുവന്ന് വെച്ചു. പിന്നെ പരമാവധി ഞാൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ, ഈ സമയത്ത് ഈ 3 വീടുകളിലുമായിട്ട് എല്ലായിടത്തും കറങ്ങിയെടുത്ത് മാക്സിമം നമുക്ക് കിട്ടാവുന്ന ഫുഡ് ഐറ്റംസ്, ഭക്ഷണ സാധനങ്ങളെല്ലാം നമ്മൾ എടുത്തെടുത്ത് മുകളിൽ നമ്മൾ ടെറസിൻ്റെ മുകളിൽ ഡ്രസ് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ആ സമയത്ത്. അതിൻ്റെ മുകളിൽ നമ്മൾ എല്ലാം കൊണ്ടുവരുന്നു. ഗ്യാസ് മുകളിലേക്ക് എത്തിച്ചു, അതേപോലെ സ്റ്റൗ മുകളിലേക്ക് എത്തിച്ചു. മുകളിൽ തന്നെ നമുക്ക് വാട്ടർ ടാങ്ക് ഉണ്ട്, അപ്പോൾ അവിടേക്ക് വെള്ളം മാക്സിമം വെള്ളമൊക്കെ അടിച്ച് ഇട്ടിരുന്നു. എല്ലാവരും കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി. നമ്മൾ എവിടേക്കും പോകുന്നത് കാരണം പ്രാക്ടിക്കൽ അല്ല, അപ്പോഴത്തേക്കും വെള്ളം കയറി തുടങ്ങി പലയിടത്തും. അപ്പോൾ നമുക്കിവിടെ ഇപ്പം പോകുന്നത് പ്രാക്ടിക്കൽ അല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് തൽക്കാലം വീട്ടിൽ നിന്ന് മുകളിൽ തന്നെ സ്റ്റേ ചെയ്യാം, അപ്പോൾ എല്ലാവരും ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെ എല്ലാവരെയും മുകളിലേക്ക് കൊണ്ടുപോയി. അപ്പോഴത്തേക്കും ഇതെല്ലാം ഓരോന്നോരും സ്വരുക്കൂട്ടി വന്നു കഴിഞ്ഞപ്പോൾ ഒരു 4 മണി ആവാറായി. വൈകിട്ട് 4 മണി ആവാറായപ്പോഴത്തേക്കാണ് നമ്മുടെ ഈ ഭാഗങ്ങളിലേക്ക് കുറേശ്ശെ വെള്ളം കയറി തുടങ്ങി. നമ്മുടെ വീടിൻ്റെ അവിടെയൊക്കെ വെള്ളം വന്നു. വല്യച്ഛനെയും വല്യമ്മ ഇത്തിരി ബെഡ് റിട്ടൺ ആയിരുന്നു ആ സമയത്ത്. വല്യമ്മയും ഞങ്ങൾ കസേരയിൽ തന്നെ എടുത്താണ് മുകളിലേക്ക് കൊണ്ടുപോയത്. മുകളിലേക്ക് ടെറസിൻ്റെ മുകളിലേക്ക് എങ്ങനെയോ എത്തിച്ചു. വല്യച്ഛൻ അതൊക്കെ നടന്നു വന്നു. അങ്ങനെ എല്ലാം ഇതുണ്ട്. ഇതിനിടയിൽ വേറെ സംഭവം ഉണ്ടായത്, എൻ്റെ ഒരു ഫ്രണ്ട്, എൻ്റെ സുഹൃത്താണ്, വിപിൻ എന്നാണ് പേര്. ഞങ്ങൾ ഒന്നിച്ചാണ് പ്രോഗ്രാംസ് ഒക്കെ ചെയ്യാൻ പറഞ്ഞത്. നന്നായിട്ട് മൃദംഗമൊക്കെ വായിക്കുന്ന ആളാണ്. അപ്പോൾ മൃദംഗം, നല്ലൊരു മൃദംഗം ഞങ്ങൾ മേടിച്ചിട്ടുണ്ടായിരുന്നു പ്രോഗ്രാംസിനൊക്കെ വേണ്ടിയിട്ട്. കിഴക്ക് ഇവിടെ ആറങ്കാവ് എന്നൊരു ക്ഷേത്രം ഉണ്ട്, അതിൻ്റെ ഫ്രണ്ടിലാണ് താമസിക്കുന്നത്, അവരുടെ ഫാമിലി താമസിക്കുന്നത്. ബാക്കിയുള്ളവരൊക്കെ അവൻ എവിടെയോ ഓക്കെ സെറ്റിലാക്കി, അച്ഛനും അമ്മയൊക്കെ ഒരു സ്ഥലത്താക്കി. പെട്ടെന്ന് ആണ് ഈ ഇൻസ്ട്രുമെൻസ് ഒക്കെ എടുക്കാൻ മറന്നുപോയി നമ്മൾ. അപ്പോൾ അവൻ പെട്ടെന്ന് എങ്ങനെയോ വിളിച്ച് എൻ്റെ അടുത്തേക്ക്. അപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് വെള്ളമല്ലോ. ഇത് രാവിലെ ഒരു 9-10 മണി സമയത്താട്ടോ, 11 മണി ആ സമയം കണ്ടായപ്പോഴാണ് തോന്നുന്നു. അപ്പോൾ പുള്ളി ഓടി വന്നു. ഞാൻ നമുക്ക് നോക്കാം, എന്തായാലും വലിയ അത്യാവശ്യം പൊക്കമുള്ളതുകൊണ്ട് അങ്ങനെ ഒഴുകിയും പോവില്ലല്ലോ എന്തായാലും. അങ്ങനെ ഒരു കോൺഫിഡൻസ് ഞങ്ങൾ അങ്ങോട്ട് നടന്നു ചെന്നപ്പോഴത്തേക്കും അത്ര ഒഴുക്കില്ല, അവിടെ ഇങ്ങനെ വെള്ളം കെട്ടിക്കണമെന്നുള്ളൂ. ഞങ്ങൾ ചെന്നു. അവിടുന്ന് എല്ലാ നമ്മുടെ മൃദംഗം ഉൾപ്പെടെയുള്ള സാധനങ്ങളൊക്കെ ഇത്തിരി മുകളിലായിരുന്നു. അത് പോയി കഴിഞ്ഞാൽ പിന്നെ അത് ഉണ്ടാക്കിയെടുക്കാനും ബുദ്ധിമുട്ട്. റയർ കോമ്പിനേഷനാണ് അതിൻ്റെ അരുമാരവും ഇതൊക്കെ. അതെടുത്തു. അങ്ങനെ ഇങ്ങനെ വരുമ്പോഴാണ് സത്യം പറഞ്ഞാൽ ദൈവത്തിൻ്റെ അനുഗ്രഹം എന്ന് പറയുന്നത്. അവരുടെ തേവാരപ്പുരയുണ്ട്, അവിടെ ഒരു ശ്രീകൃഷ്ണ ഭഗവാന്റെ ഒരു വിഗ്രഹമുണ്ട്. ഞാനത് പറഞ്ഞാൽ അത് എടുത്ത് വെക്കാൻ വെറുതെ അത് ചെയ്യണ്ടല്ലോ, അത് വീട്ടിൽ വെച്ചിട്ട് തിരിച്ചു കൊണ്ടുവന്നാൽ മതിയല്ലോ. അതെടുത്ത് ഞാൻ തിരിഞ്ഞപ്പോഴാണ് ഒരു അടുക്കളയിൽ വലിയൊരു ബക്കറ്റിൽ കുറേയധികം ഭക്ഷണ സാധനങ്ങൾ, റവ, അരി, അച്ചാറ്, പപ്പടം, അങ്ങനെ എല്ലാം കൂടെ ഒരുമിച്ചൊരു വലിയൊരു ബക്കറ്റിൽ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഞാൻ ചോദിച്ചപ്പോൾ അവിടെ വീട്ടിലാരും ഇല്ല. മാക്സിമം അതിൻ്റെ ഫുഡ് ഞാൻ കളക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അന്ന് ഓടിയത് വെച്ച് ഏതാണ്ട് 100-150 വട്ടം വീടിൻ്റെ ഉള്ളിൽ തന്നെ പല സ്ഥലങ്ങളും എല്ലായിടത്തും കറങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ഇടയിലാണ് ഇവിടെ പോയത്. അപ്പോൾ അവിടുന്ന് മാക്സിമം സാധനങ്ങൾ എടുത്തുകൊണ്ട് വന്നിട്ടാണ് ഇവിടെ ടെറസിൻ്റെ മുകളിലേക്ക് കൊണ്ടുവന്ന് വെച്ചു. പിന്നെ നമ്മൾ വിബി ആണെങ്കിൽ വേറെ സ്ഥലത്തേക്ക് പോയി. ഇപ്പം ഞങ്ങൾ 4-9 പേര് ഇതിൻ്റെ മുകളിലായിരുന്നു താമസിച്ചത്. അപ്പോൾ ഞങ്ങളുടെ ഒപ്പം ഉണ്ടായിരുന്ന ആൾക്കാർ, ഞാൻ, എൻ്റെ അച്ഛൻ, അമ്മ, വല്യച്ഛൻ, വല്യമ്മ, അവർ രണ്ടുപേരും 70+ ആണ് പ്രായം. അച്ഛൻ പ്രായമുണ്ട്, വല്യച്ഛനും വല്യമ്മയും നല്ല പ്രായമുണ്ട്. അതുപോലെ ചെറിയമ്മ, ചിറ്റ, 2 കുഞ്ഞുങ്ങൾ, 2 കൊച്ചു കുട്ടികൾ, ചിറ്റപ്പൻ്റെ 2 പിള്ളേർ. അപ്പോൾ ഇത്രയും ആൾക്കാരാണ്. അപ്പോൾ ഒന്ന് നോക്കുക, കുഞ്ഞ് ആൾക്കാർ തൊട്ട് മിഡിൽ, മധ്യവയസ്കർ, പിന്നെ ഞാൻ ഉൾപ്പെടെ എല്ലാവരും നോക്കുമ്പോൾ എല്ലാ ഏജിലുള്ള ഒരു ആൾക്കാർ, ഒരു കോമ്പിനേഷനാണ് നമ്മുടെ അടുത്ത് ഇവിടെ ഉള്ളത്. അപ്പോൾ എങ്ങനെ നമ്മൾ ഇവരെ ഡയറക്റ്റ് ചെയ്യുന്നതൊക്കെയുള്ള വലിയൊരു ഇതായിരുന്നു. പിന്നെ വേറൊരു പ്രശ്നം ഉണ്ടായത്, ഇതിനിടയിൽ മൊബൈൽ ഫോണുകളൊക്കെ അറിയാമല്ലോ, ചാർജ് ഇറങ്ങിപ്പോവും, കറണ്ടില്ല. അപ്പോൾ വല്യച്ഛനൊരു ഹോബിയുള്ള, വല്യച്ഛന് മൊബൈലിൽ ഒരുപാട് ഇഷ്ടമാണ്. മൊബൈൽ ഒരുപാട് മേടിച്ച് വെക്കുമായിരുന്നു അദ്ദേഹം. ഞാനപ്പോൾ അവിടെ ചെന്നിട്ട് മാക്സിമം മൊബൈലുകളെല്ലാം ചാർജ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതെല്ലാം ഞാൻ എടുത്ത് വെച്ചിട്ട്, എൻ്റെ മൊബൈലൊക്കെ സ്വിച്ച് ഓഫ് ആയി പോയായിരുന്നു. അപ്പോൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഒരെണ്ണം തീരുമാനിച്ചെടുത്ത് അങ്ങനെയാണ് കോൺടാക്ട് ചെയ്തുകൊണ്ടിരുന്നത് ഓരോരുത്തരെ. അപ്പോൾ ഇനി അങ്ങോട്ട് നമുക്ക് പിറ്റേ ദിവസം നമ്മുടെ വെളുപ്പിന്, അതായത് രാത്രി കിടന്നുറങ്ങിയപ്പോൾ ഇടയ്ക്ക് നമുക്ക് കോള് കിട്ടുന്നുണ്ട്, എല്ലാ സ്ഥലങ്ങളിൽ നിന്നും ബന്ധുക്കാർ വിളിക്കുന്നുണ്ട്, ഒരുപാട് ആൾക്കാർ, ആർട്ട് ഓഫ് ലിവിങ്ങിൻ്റെ ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന് കോള് വരുന്നുണ്ട്. ആർട്ട് ഓഫ് ലിവിങ്ങിൻ്റെ വലിയൊരു സേവനം ഇവിടെ പറവൂർ നടക്കുകയാണ്. അപ്പോൾ നമ്മളെല്ലാ കാര്യങ്ങളും ചെയ്തു, എല്ലാം ഓടി. അപ്പോഴൊക്കെ നമ്മുടെ ഉള്ളിൽ ഒരു അൺസർട്ടനിറ്റി ഉണ്ട്. അതിനിടെ ഗുരുദേവന്റെ മെസ്സേജ് വരാണ്, നിങ്ങൾ യാതൊരു കാരണവശാലും സങ്കടപ്പെടേണ്ട. ഈ ഒരു വിഷമ സമയത്തിൽ എല്ലാവരും ധൈര്യമായി ഇരിക്കണം.
ആരും തന്നെ ശക്തിയും വിശ്വാസവും കൈവിടരുത്. ഒരു കുഴപ്പവും വേണ്ട, എല്ലാം ശരിയാവും. இந்த മഹാപ്രളയത്തിലിருந்து എല്ലാവരും പുറത്തി വരും, എല്ലാം ശരിയാകും. ആർട്ട് ഓഫ് ലിവിംഗ് വോളണ്ടിയേഴ്സ് എല്ലാവരും പ്രവർത്തിക്കുന്നുണ്ട്. അവരെല്ലാവർക്കും വിശ്വാസവും ധൈര്യവും വയ്ക്കുക. എല്ലാവരും ചേർന്ന് കൂടുതൽ കൂടുതൽ സേവ ചെയ്യുക. இந்த പ്രശ്നം ശീഘ്രം മാറും. വിഷമിക്കേണ്ട ആവശ്യമില്ല. ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ട്. ഈ അൺസർട്ടനിറ്റി കാരണം ട്രോമയുണ്ട്, നമുക്ക് എല്ലാവർക്കും ഉണ്ടാവുമല്ലോ. മനുഷ്യന്മാരാകുമ്പോൾ നമുക്ക് സംഘർഷങ്ങൾ വരാതിരിക്കില്ല. പക്ഷേ ഒരു 2 മണിക്കൂർ കൊണ്ട് എനിക്ക് പൂർണ്ണമായിട്ടും സ്വസ്ഥമാകാൻ കഴിഞ്ഞത് നമ്മൾ ആർട്ട് ഓഫ് ലിവിംഗ് പഠിപ്പിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന യോഗ, പത്മസാധന, സൂര്യ നമസ്കാരം ഉൾപ്പെടെ സുദർശന ക്രിയ ഉൾപ്പെടെയുള്ള പിന്നെ ജപങ്ങൾ, ഇതെല്ലാം കൂടെ ഞാൻ എല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഒന്ന് മാറിയിരുന്ന് സ്വസ്ഥമായിട്ട് ഇതെല്ലാം കുറേ സമയം എടുത്തിരുന്ന് ചെയ്തു. പതുക്കെ നമ്മളെല്ലാം ചെയ്ത് പിന്നെ നമ്മൾ കണ്ണു തുറന്നപ്പോഴത്തേക്കും വളരെ റിലാക്സ്ഡ് ആയിരുന്നു. നമ്മുടെ മെഡിറ്റേഷൻസ് ഇതെല്ലാം കഴിഞ്ഞപ്പോൾ നമ്മൾ വളരെ സ്വസ്ഥമായി. അപ്പോഴത്തേക്കും വെള്ളം കയറി വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഇതിനെ ഫേസ് ചെയ്യുന്നുള്ള ഒരു വലിയൊരു ശക്തിയും കൂടി നമ്മുടെ ഉള്ളിൽ കിട്ടി. നമ്മുടെ ഉള്ളിൽ തന്നെ ആത്മാവിന്, നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള ബോധത്തിന് അനന്തമായിട്ടുള്ള ശക്തി ഉണ്ടെന്നുള്ളത് തിരിച്ചറിഞ്ഞ ഒരു കാര്യമായിരുന്നു. നമ്മൾ കുറച്ച് നേരം നമ്മൾ അതിനുവേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുകയാണെങ്കിൽ, കുറച്ച് നേരം യോഗാസനാസ്, ശ്വാസത്തിന് പ്രാണായാമം, മനസ്സിന് ധ്യാനം, ഇതിനുവേണ്ടി കുറച്ച് നേരം നമ്മൾ ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുകയാണെങ്കിൽ എത്ര വലിയ പ്രശ്നങ്ങൾ വന്നാലും നമുക്കതിനെ ശക്തമായിട്ട് ഇതിനെ ഫേസ് ചെയ്ത് അതിനെ അഭിമുഖീകരിക്കാനുള്ള ഒരു ത്രാണി നമുക്ക് കിട്ടുന്നുള്ളത് വലിയൊരു ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നു. നമ്മളെല്ലാവരും ഈ ഒരു പതിവ് നമ്മുടെ എന്തെങ്കിലും കുറച്ച് നേരം അവനവന് വേണ്ടിയിട്ട്, മനുഷ്യർ മറ്റുള്ളവർക്ക് വേണ്ടി, മക്കൾക്കുമൊക്കെ വേണ്ടി നമ്മൾ ചെയ്യുന്നുണ്ട്. നമ്മുടെ സ്വന്തം ശരീരത്തിൻ്റെ ആരോഗ്യം, അതിൻ്റെ സ്വസ്ഥത നമ്മുടെ കയ്യിൽ മാത്രം. അപ്പോൾ കൃത്യമായിട്ട് കുറച്ച് നേരം നിങ്ങൾക്ക് വ്യായാമങ്ങൾ, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന സംഭവം, സുംബ ഡാൻസ്, വാട്ട് എവർ ചെയ്യണം. കുറച്ച് നേരം ചെറിയ ബ്രീത്തിങ് എക്സസൈസസ്, മനസ്സിനെ ഒന്ന് സ്വസ്ഥമാക്കി. ഒരുപാട് ഗൈഡഡ് മെഡിറ്റേഷൻസ് ഗുരുദേവ് ശ്രീ ശ്രീ രവിശങ്കർജിയുടെ ചാനൽ ഞാൻ എൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. 200-ൽ പരം മെഡിറ്റേഷൻസ് അതിൻ്റെ അകത്ത് ഗുരുദേവ് സൗജന്യമായിട്ട് ചെയ്യിച്ചിട്ടുണ്ട്. അത് കുറച്ച് നേരം ഇന്ന് രാവിലെ വൈകിട്ടും കുറച്ച് നേരം നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ മനസ്സ് വളരെ സ്വസ്ഥമാവും. ഇനി പിറ്റേ ദിവസം ഉണ്ടായ കാര്യം അത് നിങ്ങൾ കണ്ടു തന്നെ നോക്കാം. ഇവിടെ ചുറ്റും ഇവിടെ എങ്ങനെയായിരുന്നു ഞങ്ങളുടെ അവസ്ഥ എന്നുള്ളത്. ഓക്കെ, അതാണ് വരുന്ന വീഡിയോ. വലിയ ക്ലാരിറ്റി ഇല്ല, ചെറിയൊരു മൊബൈലിലാണ് എടുത്തത്. അപ്പോൾ നമ്മൾ തുടങ്ങിയപ്പോൾ നമ്മൾ ഈ വീടിൻ്റെ പരിസരങ്ങളൊക്കെ നിങ്ങൾ ആദ്യം കണ്ടു കാണുമല്ലോ. അപ്പോൾ ഇനി ആ വീഡിയോയിൽ കാണാം നമുക്ക് ഏറ്റവും ഇഷ്ടം കാര്യങ്ങൾ. അപ്പോൾ പോകാം വീഡിയോയിലേക്ക്. ഈ കാണുന്ന സ്ഥലങ്ങളാണ് നമ്മുടെ വീട് നിൽക്കുന്ന സ്ഥലം. അവിടെയൊക്കെ വെള്ളം കയറിക്കൊണ്ടിരിക്കുകയാണ്. അത് അമ്പലം കാണുന്നു. നമ്മുടെ വീട് നിൽക്കുന്നതിന് ശരിക്കും ഇത് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയാണ് വെള്ളം പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ ഉദ്ദേശിക്കുന്ന പോലെ കോംപ്ലിക്കേഷനിലേക്കല്ല. വീടിൻ്റെ അകത്ത്, തറവാടിൻ്റെ അകത്തൊന്നും വെള്ളം കയറിയിട്ടില്ല, പുറത്ത് മാത്രമേ ഉള്ളൂ. ഒഴുക്കില്ല ഈ സാധനത്തിന്. നമ്മൾ സിനിമയിലൊക്കെ അല്ലെങ്കിൽ ടി വിയിലോ പത്രത്തിലോ കാണുന്ന പോലെ ഭയങ്കര ഒരു ഭീകരതയല്ല. വെള്ളം കയറി നിൽക്കണു, അത്രേ ഉള്ളൂ. അതിന് ഇപ്പം ആ ഗേറ്റിൻ്റെ അവിടെ കാണാം, അവിടെ നോക്കി. ഈ ഭാഗത്ത് ഇത്തിരി ഒഴുക്കുണ്ട് കുറച്ച്. ഞാൻ അവിടെയൊക്കെ ഒന്ന് പോയി നോക്കിയിരുന്നു. ഇപ്പോൾ വെള്ളം കുറേശ്ശെ കൂടുന്നുണ്ടെങ്കിലും ഇപ്പോൾ കൺട്രോളായി വരുന്നുണ്ടെന്നാണ് ഇപ്പോൾ കിട്ടിയ അറിയിപ്പ്. ശരിക്കും സമുദ്രം പോലെയുണ്ട് ഇവിടെ. ഇപ്പം നമ്മൾ ഓൾമോസ്റ്റ് ഒരു ഒറ്റപ്പെട്ടാണ് നിൽക്കുന്നത്. പക്ഷേ വൈകിട്ടത്തോടെ ഇതൊക്കെ വരുന്നാണ് പറയുന്നത്. മറ്റേ റെസ്ക്യൂ സേനകളൊക്കെ ഇവിടെ വന്ന് ലൊക്കേഷൻ എടുത്ത് പോകുന്നുണ്ട്. നമുക്ക് നോക്കാം, മുകളിലേക്കൊന്ന് നോക്കാം. ഇവിടെ ദുരിതാശ്വാസം എല്ലാവരും ഇത് ചെയ്തേക്കണത്. ഇപ്പം ഞങ്ങളുടെ വീട്ടിലെ മുൻവശമാണ്.
ഓക്കെ, വീഡിയോസ് കണ്ടല്ലോ. ഇതായിരുന്നു നമ്മുടെ അവസ്ഥ. ഓരോരോ കാര്യങ്ങൾ ഞാനവിടെ ഒരു കമൻട്രി പറയുന്ന പോലെയാണ് വരുന്നത്. അതിനിടയിൽ അവിടെ ഒഴുക്കുള്ള സ്ഥലത്തൊക്കെ പോയി നോക്കാനും അത് ചെയ്യാൻ പറ്റി. തറവാടിൻ്റെ ഉള്ളിലേക്ക് വെള്ളം കയറിയില്ല, പോർട്ടിക്കോ വരെ കയറിയിരുന്നു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പഴയ കാലത്തെ തറവാടുകളിലൊക്കെ അവർ ഒരുപാട് മണ്ണിട്ട് പൊക്കിയിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. അതുകൊണ്ട് ഒരുപാട് അവിടെ അതിൻ്റെ അകത്തേക്ക് വെള്ളം കയറുന്നത്, താഴെയൊക്കെ വന്നു. അങ്ങനെയായിരുന്നു അവിടെ വെള്ളം കയറിയത്. അപ്പം ഇത്രയും വാസ്റ്റ് ആയിട്ട് കിടക്കുന്ന ഈ ഭൂമിയിൽ ഉണ്ടായ വെള്ളത്തിൻ്റെ ആ ഒരു ഭീകരത കണ്ടല്ലോ. എനിക്ക് തോന്നുന്നു ഇത് ഇവിടെ പറവൂര് ചെന്നമലം ഭാഗത്തൊക്കെ വളരെ ചുരുക്കം പേരുടെ അടുത്ത് ഇങ്ങനത്തെ ഫോട്ടോഗ്രാഫ്സ് ഉള്ളൂ. പലതും വഴികളും ജംഗ്ഷൻസ് ഒക്കെ കാണിക്കുന്നത്. വീടിന് ചുറ്റും കിട്ടുന്ന ഒരു പാൻ ചെയ്ത ഒരു വീഡിയോ ആരും ഇതുവരെ എടുത്തിട്ടില്ല, ഞാൻ കണ്ടിട്ടില്ല. നിങ്ങളുടെ ഒരു അനുഭവങ്ങളിലേക്ക് അതൊന്ന് ഷെയർ ചെയ്തെന്നുള്ളേ ഉള്ളൂ. അപ്പോൾ വീണ്ടും മനസ്സിലാക്കുക, അനിശ്ചിതത്വങ്ങൾ എപ്പോൾ വേണമെങ്കിലും വരാം, പക്ഷെ നമുക്ക് സ്വസ്ഥമായിട്ട് ഇരിക്കുക എന്നുള്ളത് നമ്മളുടെ മാത്രം ഉത്തരവാദിത്തമാണ്. അതിനെന്താ ചെയ്യേണ്ടത്? നമ്മളൊപ്പം ശരീരം, ശ്വാസം, മനസ്സ്, ഈ 3 കാര്യങ്ങളെ സ്വസ്ഥമാക്കി നിർത്തിക്കൊണ്ട് മുമ്പോട്ട് പോകാനുള്ള അഭ്യാസങ്ങളിൽ ഏർപ്പെടുക. നിങ്ങളുടെ ചോയ്സാണ്. നിങ്ങൾ ഈശ്വര വിശ്വാസിയോ നിരീശ്വരവാദിയോ സയൻറ്റിസ്റ്റോ എത്തീസ്റ്റോ വാട്ട് എവർ, സേവ് യുവർ മൈൻഡ് അറ്റ് എനി കോസ്റ്റ്. ഗുരുദേവ് എപ്പോഴും പറയാറുള്ള കാര്യമാണ്. അതിന് നിങ്ങൾ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യാം. ഇതുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് വേറൊരു കാര്യം കൂടെ ഓർമ്മ വന്നു. ഞാൻ അടുത്ത വീഡിയോയിൽ ഞങ്ങളെല്ലാവരും ആർട്ട് ഓഫ് ലിവിങ്ങിലെ കുറേ നമ്മുടെ സുഹൃത്തുക്കളും കുറേ ഒരു വലിയൊരു സേവനത്തിന് കുറച്ച് ദൂരെ കടലൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത്, ചെന്നൈയിലെ കടലൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് പോയിട്ടുണ്ടായിരുന്നു. ഇതേ അവസ്ഥ അവിടെ 2016-17 ആ സമയത്തായിരിക്കണം, എനിക്ക് കൃത്യം സമയം ഓർക്കുന്നില്ല. അവിടെ ഞങ്ങൾ ഒരാഴ്ച ഒരുപാട് കാര്യങ്ങൾ ചെയ്തിരുന്നു. മേ ബി അന്ന് ചെയ്ത ഒരുപാട് നമ്മൾ സേവനത്തിൻ്റെയും സർവീസുകളുടെയും അല്ലെങ്കിൽ അന്ന് ചെയ്ത അവരുടെയൊക്കെ പ്രാർത്ഥനകളുടെയും അവിടെ ഒരുപാട് ആൾക്കാരെ നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ കഴിഞ്ഞിരുന്നു. ആ പ്രാർത്ഥനയും അവരുടെ അനുഗ്രഹവും അതേപോലെ ഒരുപാട് ആൾക്കാരുടെ സ്നേഹവും പ്രാർത്ഥനയായിരിക്കാം അധികം നല്ലതില്ലാതെ നമുക്ക് മുമ്പോട്ട് പോകാൻ കഴിഞ്ഞത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ ഭക്ഷണത്തിനൊന്നും യാതൊരു മുട്ടും ഉണ്ടായില്ല. കാരണം ആ വീഡിയോ കണ്ടപ്പോൾ മനസ്സിലായി എല്ലാം സെറ്റ് ചെയ്തിരുന്നു. ഇതിനെല്ലാം കാരണം പ്രയത്നവുമുണ്ട്, അതേപോലെ തന്നെ ഏതോ ഒരു അനന്തമായ ശക്തിയുടെ അനുഗ്രഹവും ഉണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഏതോ അജ്ഞാതമായ ശക്തി, അത് സയൻസ് ആണെങ്കിൽ അൺനോൺ എനർജി എന്ന് പറയുന്നു, റിലീജിയൻസ് ആണെങ്കിൽ ഓരോ ഈശ്വരന്മാരെ കുറിച്ചും, വേദാന്തങ്ങളാണെങ്കിൽ പറയുന്നത് എന്താ, അനശ്വരതയുടെ ഒരു തീനാളം, ഒരു അനന്തമായ ഒരു ചൈതന്യം, അവ്യക്ത സ്വരൂപിണി എന്ന് ലളിതാ സഹസ്രനാമത്തിൽ ദേവിയെ കുറിച്ച് പറയുന്നുണ്ട്. അതെ, ചിലപ്പോൾ വ്യക്തമാണെന്ന് തോന്നാം, ചിലപ്പോൾ വളരെ അവ്യക്തമാകാം. പ്രളയപയോധിയിൽ ഉറങ്ങിയുണർന്നൊരു പ്രഭാമയൂഖമേ കാലമേ, പ്രളയപയോധിയിൽ ഉറങ്ങിയുണർന്നൊരു പ്രഭാമയൂഖമേ കാലമേ, പ്രകൃതിയും ഈശ്വരനും ഞാനും നിന്റെ പ്രതിരൂപങ്ങളല്ലേ, പ്രളയപയോധിയിൽ ഉറങ്ങിയുണർന്നൊരു പ്രഭാമയൂഖമേ കാലമേ, കൂടിയല്ല ജനിക്കുന്ന നേരത്തും കൂടിയല്ല മരിക്കുന്ന നേരത്തും മധ്യ ഇങ്ങനെ കാണുന്ന നേരത്തു മത്സരിക്കുന്നതെന്തിനു നാം വൃഥാ. ജയ ഗുരുദേവ്.